ഹായ് ബഡീസ്, ഞാൻ ഓൾഡ് വൺ റോണി. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ്. ഒരു വെറൈറ്റി ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇഞ്ചി തൊലി പൊളിച്ച് കുനു 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 അരിയുക. അത് കഴിഞ്ഞ് അടുത്തത് വെളുത്തുള്ളി തൊലി പൊളിച്ച് കുനു 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 അരിയുക. കുഞ്ഞു കുഞ്ഞു അരിഞ്ഞ് മാറ്റിയ ശേഷം അടുത്തതായി വരികയാണ് സബോള. സബോളയുടെ തൊലി പൊളിച്ച് നല്ലവണ്ണം പൊളിച്ച് കളഞ്ഞ് അതും നമ്മൾ എടുത്ത് കട്ടിംഗ് ബോർഡിലേക്ക് വെച്ച് കുനു 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 കുനുന്ന് അരിയണം. അത് കുനു കുനു അരിഞ്ഞ ശേഷം നോക്കൂ, കട്ടിംഗ് ബോർഡിലേക്ക് നോക്കൂ, എന്നെ രസമായിരിക്കുന്നത് കാണാൻ. അടുത്തതായി കടന്നു വരികയാണ്, നോക്കൂ, പച്ചമുളക്. അതിനെ നമ്മൾ നടുവേ കീറിയിട്ട് ഒരു തക്കാളിക്ക് എടുത്ത് വെട്ടി മുറിക്കുകയാണ്. മുറിച്ച് ആ കട്ടിംഗ് നോക്കൂ, എന്തെല്ലാം സാധനങ്ങളായി പോയിരിക്കുന്നതെന്ന്. ഇത് ഷടപടാന്ന് വെക്കുന്നൊരു കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റും. നോക്കൂ, കട്ടിംഗ് ബോർഡിലേക്ക് കപ്പലണ്ടിയുണ്ട്, ഗീയുണ്ട്, കറിവേപ്പിലയുണ്ട്, സവോളയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഇതെല്ലാം കൂട്ടിക്കുഴച്ചുള്ളൊരു കറിയാണ് നമ്മുടേത്. കൂട്ടിക്കുഴച്ചുണ്ടാക്കുന്നതാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടോ, കാട്ടിമ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കൂ, അതിരിക്കുന്നത് കാണാൻ തന്നെ. ഇതുപോലെയാണ് കറി വെച്ച് കഴിഞ്ഞാലും. അതുപോലെ നമുക്ക് ഇതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസായ ചിക്കൻ എടുത്തു. അതും ഞാനങ്ങ് കുനു 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 ഒന്ന് മുറിച്ചു. കണ്ടോ, കുനു കുനു ഒന്ന് മുറിച്ചു. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു, കഴുകി കൂട്ടപ്പനാക്കി അത് നമ്മളങ്ങ് തോരാൻ വെക്കും. വെള്ളം ഒന്ന് വലിയണേ, അതെടുത്തങ്ങോട്ട് തോരാൻ വെക്കാൻ നോക്കിയേ. പിന്നെ രസം നോക്കിയേ, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരിയുടെ മുളക് പൊടി, ഒരു ഇച്ചിരി ഉപ്പ്, ഇച്ചിരി ചിക്കൻ മസാല, അത് ഇട്ട് അങ്ങോട്ടൊന്ന് പുരട്ടിയ ശേഷം ഇച്ചിരി തൈര് ഒഴിക്കും കേട്ടോ, ഒന്ന് പിടിക്കട്ടെ മസാലയെല്ലാം അങ്ങോട്ട്. അതെ, ഒറ്റ തേക്ക. കണ്ടോ, എന്നാ കൂട്ടപ്പനായി, എന്നെ രസം നോക്കിയാൽ കുഴഞ്ഞ് വരുന്ന കാണാൻ സൂപ്പറായിട്ടില്ലേ. പിന്നെ അതിന് വേണ്ട ഇച്ചിരി കറുവപ്പട്ട, മഞ്ഞൾ, ഗ്രാമ്പു, കറിയാമ്പു, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഏലക്ക, ഇതെല്ലാം ഞാൻ അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ടേ. കണ്ടോ, എന്തൊരു ഭംഗി നോക്ക്, എന്ത് സൂപ്പറാന്ന് നോക്കിയിരിക്കുന്ന കാണാൻ. നല്ല രസമുണ്ടേ, കമൻറ്റ് ഇടണം എല്ലാവരും കേട്ടോ. നല്ലതാണേ നല്ലതെന്ന് പറയാം. പിന്നെ അടുപ്പങ്ങോട്ട് വെച്ചു, തീ അങ്ങ് കത്തിച്ചു. കണ്ടോ, ചട്ടി ചൂടായി വരുന്നുണ്ടേ. ഇച്ചിരി ഓയിലങ്ങ് ഒഴിച്ചു കൊടുക്കുവാണേ. ആ സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് മുങ്ങിക്കിടക്കാൻ പരുവത്തിന് ഇച്ചിരി ഓയിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഓയിലൊഴിക്കുമ്പം കണ്ടോ, ഒന്ന് കലക്കി ഇച്ചിരി കടുക് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുത്തു. കണ്ടോ, ടക പൊട്ടുന്ന കണ്ടോ, കടുക് വറ. അതിൻ്റെ കൂടി ഇച്ചിരി പെരിഞ്ചീരകം ഇട്ട് കടുക് വറക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഗ്രാമ്പും ഏലക്കായും കപ്പലണ്ടി എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുവാണേ. കണ്ടോ, കിടന്ന് മൂക്കുന്ന കണ്ടോ, എൻ്റെ കളറ് നോക്കി അങ്ങ് മാറി വരുന്നത്. അങ്ങനെ അങ്ങോട്ട് വരട്ടെ കേട്ടോ. അത് കഴിയുമ്പോൾ ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. കണ്ടോ, എല്ലാം തൂത്തുവാരി ഇട്ടേ. എന്നിട്ടൊന്ന് ഇളക്കും ഞാൻ അങ്ങോട്ട്. എന്ത് രസം. അങ്ങനെ ഇളക്കി ഒരു വേറെ കളർ വരുമ്പോൾ ഞാൻ അത് ആ ഗീ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ബട്ടർ കേട്ടോ, ഗീ അല്ല, ഞാൻ ബട്ടർ ആയിട്ട് അങ്ങോട്ട് കൊടുത്തൊന്ന് ഇളക്കി. അതിളക്കി വരുമ്പോൾ ഉണ്ടോ, പതഞ്ഞ് വരുന്നുണ്ടോ, അതാ ബട്ടർ ഇട്ടിട്ടാണേ പതയുന്നത്. ഒരു കളറൊക്കെ മാറി തുടങ്ങി. അന്നേരം ഞാൻ അതിലേക്ക് ബാക്കി സാധനങ്ങളൊന്ന് ഇട്ടേക്കാമെന്ന് ആലോചിച്ചു. എന്നാൽ ഇട്ടേക്കാം അല്ലേ. ആ സവോളയും ആ തക്കാളിക്കായും ഇതെല്ലാം ഇട്ട് അങ്ങോട്ട് വഴട്ടുന്ന കണ്ടോ. ഇതന്നെ അത്തപ്പൂക്കൾ ഇട്ട പോലെ ഇല്ലേ ഇപ്പം. എന്നാ രസമെന്ന് നോക്കിയാൽ കാണാൻ.
ഇങ്ങനെ കുറുകി ഒന്ന് വഴണ്ട് ആ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കണ്ടോ ഈ ഒരു പരുവം മതി കേട്ടോ, ഭയങ്കരമായിട്ട് വെള്ളമൊന്നും വേണ്ട. അന്നേരം അതിൻ്റെ അകത്ത് എടുത്ത് വെച്ചാൽ ആ മസാല എല്ലാം കൂടി ഇടുക. ഇച്ചിരി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും എല്ലാം ഇട്ടൊന്ന് വഴട്ടി. കണ്ടോ എന്നാ കളറാ, ഇപ്പം തന്നെ കഴിക്കാൻ തോന്നിയില്ലേ? തോന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റ് അല്ലേ. പിന്നെ ഒരു പാത്രത്തിലേക്ക് വീണ്ടും ഇച്ചിരി എണ്ണ ഒഴിക്കുന്നു. നമ്മളാ പുരട്ടി വെച്ച ചിക്കനില്ലേ, അത് വാരി അതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇടുന്നു. കണ്ടോ കണ്ടോ. അങ്ങനെ അങ്ങോട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ല സൂപ്പറായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നല്ലോണം ഒരു 2-3 പ്രാവശ്യം ഇളക്കിയിട്ട് നമ്മൾ ഒന്ന് മൂടി വെച്ച് ഇച്ചിരി നേരം കൂടെ അങ്ങ് ഇടണം. അന്നേരത്തിന് നല്ലോണം ആ ചിക്കൻ നല്ല വെന്ത് ഒരു വറുത്ത സെറ്റപ്പിലേക്ക് വരും. വറുത്ത സെറ്റപ്പ് എന്ന് ഉദ്ദേശിച്ചതൊന്ന് വെള്ളമൊക്കെ പറ്റി നല്ലൊരു സെറ്റപ്പായിട്ട് വരും കേട്ടോ. ആ സെറ്റപ്പിലേക്ക് വരും. കണ്ടോ മാറി വരുന്നുണ്ട്, അവൻ്റെ കളറൊക്കെ മാറി വരുന്ന കണ്ടോ. ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ച് വീണ്ടും അങ്ങോട്ട് മൂടി വെച്ചായിരുന്നേ. എന്നിട്ട് നമ്മൾ ആ മുമ്പേ വഴട്ടി വെച്ചില്ലേ മുളകെല്ലാം കൂടെ കൂട്ടി, അതിങ്ങനെ അങ്ങോട്ടുണ്ടല്ലോ ഇത് ഇരിക്കുന്ന മിക്സിക്കകത്തോട്ട് ഇടും ഞാൻ. കണ്ടോ വാരി ആ മിക്സിക്കകത്തോട്ട് അങ്ങോട്ട് ഇടുവാണേ. അടിപൊളിയായിട്ടില്ലേ? അടിപൊളിയായിട്ട് ഞാനങ്ങോട്ട് വാരി ഇട്ടു. മൊത്തം ഇടുവേ, മൊത്തം വാരി അതിനകത്തോട്ട് ഇട്ടിട്ട് കണ്ടോ ചൂട് പറക്കുന്ന കണ്ടോ, ചൂട് പറക്കട്ടെ അങ്ങോട്ട്. ഇപ്പം കണ്ടോണേ എൻ്റെ അവസ്ഥ മാറുന്ന കണ്ടോണം. എന്നാ വാരി ഇട്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം, എൻ്റെ അവസ്ഥ ഇത് അടപ്പങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ചിട്ടെ രണ്ടണി കാണാ പൂണ എന്ന് 2-3 അടി അങ്ങോട്ട് അടിക്കും. കാണാ പൂണ എന്ന് അടിച്ചു. എൻ്റെ ദൈവമേ, അങ്ങോട്ട് നോക്കി എൻ്റെ കളർ നോക്കി, അരഞ്ഞ് വന്ന് കഴിയുമ്പോൾ അവൻ്റെ കളറ്. അവനെ നമ്മൾ ആ തിളപ്പിച്ചുകൊണ്ടിരുന്ന ചിക്കനില്ലേ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നോക്കി അവൻ്റെ ചിക്കൻ്റെ കിടപ്പ് കണ്ടോ, അങ്ങോട്ട് മാറിയും കിടക്കുന്നുണ്ടോ. അപ്പം കിടക്കൻ ചിക്കനാണോ പോത്താണോ എന്ന് പോലും സംശയം ഉണ്ടാകില്ലേ. അതാണ്. അതിലേക്ക് അവനെ അങ്ങ് ഒഴിച്ച് കൊടുക്കുവാണേ. നോക്കിയേ കിടപ്പ് കണ്ടോ. തേങ്ങ അരച്ചോലില്ലേ, തേങ്ങ ഒന്നും ഇട്ടില്ല കേട്ടോ. കണ്ടോ ആ അരപ്പ് മൊത്തം അങ്ങോട്ട് അടിച്ചങ്ങോട്ട് ഒഴിച്ചിട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കും ഞാൻ അതിൻ്റെ അകത്തോട്ട്. ചൂടുവെള്ളം ഒഴിച്ചിട്ടേ അങ്ങ് കലക്കി അങ്ങ് എടുക്കുക അതിനെ ഒഴിച്ചിട്ട്. എൻ്റെ പൊന്നോ, അതിൻ്റെ അകത്ത് ഒഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, മണം പറയാതിരിക്കാം. സൂപ്പർ കറിയാണ്, എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ.